പോക്കറ്റിൽ എടുത്തിടാനല്ല, ഒന്ന് എടുത്തു വെച്ച് വായിക്കാം. NTUC നാളെ വാങ്ങിച്ചാ പോരെ? ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോ കൊണ്ടുതരാം. ഇത് ഓൺലൈനിലുണ്ട് എന്റെ കുഞ്ഞെ. ഇത് അങ്ങോട്ട് NTUCയുടെ ആപ്പ് എടുത്തിട്ട് അങ്ങോട്ട് ഓർഡർ ചെയ്താ പോരെ? എല്ലാ ദിവസവും ഞാൻ അതിനകത്ത് കയറി ഇറങ്ങിയാലേ പറ്റും. ഇത് NTUCയുടെ തേക്കാ മാർക്കറ്റിന്റെ ഒന്നും അല്ല, ബുള്ളറ്റ് പോയിന്റ്സ്. എടുത്ത് നോക്ക. ബുള്ളറ്റ് ആയിട്ട് തരാനല്ലേ പറഞ്ഞത് എന്നോട്. നോക്കട്ടെ, ഇത് ബുള്ളറ്റ് ഡീകോഡ് ചെയ്യണം. Son, teacher, tomorrow. ബുള്ളറ്റാ. ഇതെന്തോ വഴി? എന്താന്നറിയില്ലേ? നിങ്ങളല്ലേ പറഞ്ഞേ എനിക്ക് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് തന്നാ മതിയെന്ന്. Son, teacher, tomorrow. നാളെ PTA മീറ്റിംഗ് ഉണ്ടല്ലേ? PTA മീറ്റിംഗ് എന്റെ മനുഷ്യ കഴിഞ്ഞ മാസമായിരുന്നു. അത് മറന്നുപോയോ? ഇവിടെ ഇരിക്കെ പറഞ്ഞു തരാം. അത് കഴിഞ്ഞോ? അത് കഴിഞ്ഞു. ഇതിനി എന്തോ ആണോ? അത് എത്ര മക്കളാ ഉള്ളത്? 3 പേര്. 3 ഉണ്ടല്ലോ അല്ലെ? അതിന് മൂത്തവൻ ഇന്നലെ സ്കൂളിൽ പോയിട്ട് വേറൊരുത്തന്റെ തല പൊട്ടിച്ചു. അപ്പൊ ആ മിസ്സസ് 2 ഉണ്ടല്ലോ, അവന്റെ അമ്മ, ജേവന്റെ അമ്മ, അവര് ഹെഡ് മിസ്ട്രസിന് കംപ്ലൈന്റ് കൊടുത്തിട്ട് നാളെ സ്കൂളിൽ ചെല്ലാൻ പറഞ്ഞേക്കുന്ന ബുള്ളറ്റ് പോയിന്റ് ആയിട്ട് തന്നത്. അതാണ് ഇപ്പൊ പറഞ്ഞത്. എന്റെ മോളെ, ഇതിന് ഈ ബുള്ളറ്റ് പോയിന്റ് ഒന്നും പോരാ. നിന്റെ കഥ ഇത്ര വിശദമായിട്ട് കേട്ടേലേ ഇത് നമുക്ക് മനസ്സിലാവും. അതാ പറഞ്ഞ ബുള്ളറ്റ് മനസ്സിലായല്ലോ. നിന്നെ സമ്മതിച്ച് തന്നിരിക്കുന്നു കേട്ടോ. എന്തായാലും ഞാൻ നടന്നിട്ട് വരട്ടെ. ബ്രൂണോ, come let's go. ഞാനൊന്ന് ഡ്രസ് മാറിയിട്ട് ട്രാക്ക് സൂട്ട് ഇട്ടിട്ട് വരാം. നീ പിന്നെ പോയാ മതി. ഞങ്ങളുടെ പേസുമായിട്ടൊന്നും നിനക്ക് കോപ്പപ്പ് ചെയ്യാൻ പറ്റത്തില്ലെന്നേ. പിന്നെ ആ റോണിയുടെ പേസിനെക്കാട്ടിലും വലിയ പേസൊന്നും അല്ലല്ലോ. പിന്നെ ക്യാമ്പിൽ പറയുന്ന കേട്ടു വൈഫിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ഹസ്ബൻഡ് ആണ്. ഇത് അതൊന്നും അല്ല, പട്ടിക്കുട്ടി തന്നെയാണ് ബെസ്റ്റ് ഫ്രണ്ട്. അങ്ങോട്ട് അങ്ങനെ ആ ദിവസം കഴിയാറായി. കഷ്ടമല്ലേ ഈ നാട്ടിൽ നടക്കുന്ന കാര്യം. മനുഷ്യനൊക്കെ കണ്ണും കാണാൻ വല്ല ചെവി. ഇതെന്തുവാടി? ബൈബിള്. പ്രാർത്ഥിക്കണ്ടേ? എല്ലാവരെയും വിളിച്ച് പ്രാർത്ഥിക്കാനായിട്ട് കുടുംബ പ്രാർത്ഥന വേണ്ടേ? നീയല്ലേ ഇത് സ്ഥിരമായിട്ട് ചെയ്തോണ്ടിരിക്കുന്നത്? നീയല്ലേ പിള്ളേരെ എല്ലാ ദിവസവും വൈകിട്ട് വിളിക്കുന്നത്? ഇത് നിന്റെ ഡിപ്പാർട്ട്മെന്റ് അല്ലേടി? അതെ, ക്യാമ്പിൽ പറഞ്ഞു ഹെഡ് ഓഫ് ദ ഫാമിലി ഈസ് ദ സ്പിരിച്വൽ ലീഡർ. അങ്ങനെ പറഞ്ഞു. അപ്പൊ ഇനി മുതൽക്ക് നിങ്ങളാണോ ഹെഡ്? അപ്പൊ പിന്നെ സ്പിരിച്വൽ ലീഡർ അങ്ങ് ആയിരിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞായിരുന്നോ? ഞാൻ ടോയ്ലറ്റിൽ പോയപ്പോഴങ്ങനെ ആയിരിക്കും. ടോയ്ലറ്റിലല്ല, കൂർക്കം വലിച്ച് ഉറങ്ങുമായിരുന്നു ആ സമയത്ത്. ആണോ? അപ്പൊ ഇന്ന് പിള്ളേരെ പ്രാർത്ഥനയ്ക്ക് ഞാൻ തന്നെ വിളിക്കണം. വിളിച്ചോ അങ്ങോട്ടാ. റാഫ, come let's pray. Oh Jesus, Papa, you have a match tomorrow, and I hope you do good, and make sure to do some nice skills. Yes, Kuda, I have a match. Come, quickly pray. I have to go to stadium tomorrow morning, you know. Okay, pray fast. In Jesus' name we pray, Amen. കുട്ടാ, ഇന്നത്തെ കളി ഭയങ്കര
ഉണ്ടായിരുന്നു കേട്ടോ. എടാ ഞങ്ങൾക്കാടാ കപ്പ്. എന്റെ അവസാനത്തെ ഓവറിലെ ഒരു സിക്സർ, അതാണ് ഞങ്ങളെ മാച്ച് വിന്നർ ആക്കിയത്. നീ കണ്ടോ? ഞാനാ മാൻ ഓഫ് ദ മാച്ച്. എന്റെ ദൈവമേ, എന്റെ മനുഷ്യ, എന്തോരും ചെളി, ഇതൊക്കെ ഞാൻ എങ്ങനെ കഴുകി ശരിയാക്കും? ഒന്ന് പോയി ഒന്ന് കുളിച്ചിട്ട് വാ. എന്റെ ദൈവമേ, ഇതൊക്കെ ഞാൻ എങ്ങനെ ഒന്ന് കഴുകി ശരിയാക്കോ? ഇങ്ങോട്ട് എന്റെ കഥകളിയുടെ അതിന്റെ ഇതിന്റെയൊക്കെ ട്രോഫിയുടെ ഇടയിലൊന്നും വെക്കേണ്ടത് വല്ല മൂലയിലും കൊണ്ടേ വെക്കും. പോയി കുളിച്ചിട്ട് വാ. ഹലോ ഹലോ, ആ സുനു വന്നോടാ? എടാ ഇന്ന് നിന്റെ കളി ഭയങ്കര ഉഗ്രനായിരുന്നല്ലോ കേട്ടോ. എന്നാലും അവസാനത്തെ ഓവറില് നീ 30 റൺ എടുത്തില്ലോടാ. ഒന്നും പറയണ്ടടാ, എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇവിടെ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോ അനുവിന് തന്നെ എന്തൊരു സന്തോഷമാ, നിന്നെ ഒന്ന് കാണണമെന്നും പറഞ്ഞിരിക്കുവാ കേട്ടോ. ആണോ? ആ ഞാൻ ഇവിടെ വീട്ടിൽ വന്ന് പറഞ്ഞപ്പോഴും ഇങ്ങനത്തെ കുറെ സന്തോഷങ്ങളൊക്കെ ഞാൻ ഇവിടെ കണ്ടു. എടാ എന്നാ ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ. ശരിയടാ, നമ്മക്കിതൊന്ന് ആഘോഷിക്കണം കേട്ടോ. ശരി, ഓക്കെ, കാണാം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു, താങ്ക് യു. എന്നാലും ഒന്ന് കുളിച്ചിട്ട് വന്നേ. അതെ, അടുത്ത ആഴ്ച ഒരു പ്രത്യേക ദിവസം ഉണ്ട്. എന്താന്നറിയോ? നമ്മുടെ 12ാം നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ലയോ? 25ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാ നമ്മുടെ. 25 കൊല്ലമായോ? ഓ, എന്നാലും ഞാൻ ഇവിടെ 25 കൊല്ലം സഹിച്ചല്ലോ. അച്ഛാ, നമ്മക്കേ ക്യാമ്പിലൊക്കെ പറഞ്ഞ് ഇങ്ങനെ ക്യാൻഡിൽ ഡിന്നർ വേണമെന്ന്. നമുക്കൊരു ക്യാൻഡിൽ ഡിന്നറും ഇച്ചിരി റൊമാൻസ് ഒക്കെ വേണമെന്ന് ക്യാമ്പിൽ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, റൊമാൻസ് വേണമെന്ന്. നമുക്ക് ഇച്ചിരി റൊമാൻസ് വേണം. ഒരു ക്യാൻഡിൽ നൈറ്റ് ഡിന്നറെങ്കിലും വേണം നമുക്ക്. എന്റെ കുഞ്ഞേ, ഇതൊക്കെ കൊച്ചു പിള്ളേർക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാ. 40-45 വയസ്സായി 25ാമത്തെ വെഡിങ് ആനിവേഴ്സറി, ഈ ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ, ഇവർക്കൊക്കെ വല്ല കാര്യമുണ്ടോ ക്യാമ്പിൽ ഇതൊക്കെ പഠിപ്പിക്കണ്ടേ? എന്നാലും നമുക്കൊരു ക്യാൻഡിൽ നൈറ്റ് ഡിന്നർ വേണം. എനിക്ക് ഒത്തിരി റൊമാൻസ് വേണമെന്ന് പറഞ്ഞു ക്യാമ്പിലും. ആണോ? അത്യാവശ്യമാണോ? എടി, നീ പറഞ്ഞപ്പോഴേ എനിക്കും തോന്നുന്നു ഞാനൊരു കാര്യം ചെയ്യാം. അടുത്ത ഫ്രൈഡേ ഞാൻ ലീവ് എടുക്കാം. എന്നിട്ടേ നമുക്ക് രണ്ടുപേർക്കും തന്നെ ആ ദസാരൂല് സാൻഡ്സ് ആൻഡ് സാൻഡൽസ് എന്ന് പറഞ്ഞൊരു റിസോർട്ടുണ്ട്. നല്ല റിസോർട്ടാ. അവിടെ നമുക്ക് 3 ദിവസം തന്നെ പിള്ളേരെ ഒന്നും കൊണ്ടുപോകണ്ടോ, നമുക്ക് തന്നെ പോയി ശരിയാടി നിങ്ങൾക്ക് ആ പഴയ ഓർമ്മകളൊക്കെ